എല്ലാവർക്കും എൻ്റെ ഇത് മുബാറക്ക്. എൻ്റെ ബാക്കിലുള്ള മെസ്സ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ റൂമിൽ വന്നിട്ടുണ്ടേ. ഇപ്പം സമയം ഏകദേശം 12 മണി 1 മണി ആവാറായി. ഞാൻ ഇപ്പം കുളിച്ചിട്ട് മാറ്റിയതേ ഉള്ളൂ. ഇന്നെന്തോ എന്തോ ഒരു മജയില്ല എന്താ കഴിഞ്ഞിട്ട് ഒരു പൊളിച്ചില്ല പെരുന്നാൾക്ക്. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ലേനു. എന്നിട്ട് രാത്രി ഉറങ്ങാൻ തന്നെ കുറേ ലേറ്റായി. രാവിലെ നേരത്തെ എണിച്ച്, അതുകൊണ്ട് എനിക്ക് ഉറക്കം തീരെ ശരിയായില്ല. എന്നിട്ട് കുറച്ച് പണിയുണ്ടായി, അത് തീർത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ട് ഈ സമയത്താണ് എണീക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ പ്ലാൻ ചെയ്തിരുന്നു, ഗെട്ടടി എടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. പക്ഷെ ഒന്നും ഇട്ടില്ല. വ്ലോഗ് പോലും എടുക്കാൻ ഒരു മൂഡിലുണ്ടായിരുന്നു ഇല്ലേനി എനിക്ക്. ഞാൻ വരുമ്പോഴേക്കാണെങ്കിൽ കണ്ണൂരിന്ന് ട്രൈപ്പോഡും എടുത്തിട്ടില്ല, ഒരുമാതിരി. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതേനു. എൻ്റെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഫോട്ടോസ് എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമല്ലോ. ഈ ഡ്രസ്സ് ശരിക്കൂലേ ഞാൻ വാങ്ങിച്ചതല്ല എന്ന് മീൻസ് ഞാൻ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതല്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു, എൻ്റെ സിസ്റ്ററിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. അതിൻ്റെ വേറൊരു ഒക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾ വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ എന്തിനാ വീണ്ടും ഒരു ഡ്രസ്സ് എടുക്കുന്നത്? പൈസ ചിലവല്ലേ ഇത്, മറ്റേ തള്ളവൈബ്. ഒരു ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ എന്തിനാ വേറെ ഡ്രസ്സ് എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. എന്നിട്ട് ഇത് തന്നെ ഇട്ടു. എന്നിട്ട് ഞാൻ നാളെ എസലിൻ്റെ പരിപാടിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തു. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ പെരുന്നാൾക്ക് ചെയ്തത്. ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് വേറെ ഒന്നും എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഒരു ഗൗണ് പോലെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എഴുതുകൊണ്ടത് എൻ്റെ മൈലാഞ്ചി. ഞാൻ കുറേ ഡിസൈൻസ് ട്രൈ ചെയ്ത് തരും. എനിക്ക് ഫ്ലവേഴ്സ്, 3 പെറ്റൽസ് വരുന്ന ഫ്ലവേഴ്സ് വരയ്ക്കാൻ അറിയുന്നില്ല. അല്ലാണ്ട് അവസാനം ഞാൻ അതൊക്കെ മായിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ, ഈ ഡിസൈൻ ഇങ്ങനെ എവിടെ കണ്ടിട്ടുണ്ടാവില്ല. അതാ ഇതുപോലത്തത്. ഇത് മെയ്ഡ് ബൈ ഐഷത്ത് സഫാന. ഞാൻ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത്. അല്ല, അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് എന്ന് ചിലപ്പോൾ ഭയങ്കര ഇതെല്ലാം വേണ്ട, ഭയങ്കര സന്തോഷമില്ല. നമുക്ക് എന്താണ് ഇന്ന് തീരെ ശരിയില്ല, എൻ്റെ മൂഡ് ശരിയില്ല. ബാബിക്കാണെങ്കിൽ തണുപ്പും പിടിച്ച് നമ്മൾ രണ്ടാളിപ്പോഴാണ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ എന്തായാലും ബാക്കി ഇന്നെന്തായാലും കുറച്ച് ഞാൻ വ്ളോഗ് എടുക്കാൻ, ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനൊരു മൂഡില്ല എനിക്ക്. പിന്നെ ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഇടാണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരോ കണ്ടന്റ് വരുന്ന പെരുന്നാൾ അങ്ങനെ ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്നൊരു കണ്ടന്റ് കിട്ടും. അല്ലെങ്കിൽ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ ഇന്ന് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് എൻ്റെ ചാനലിലിടുക, എപ്പോഴാണ് എൻ്റെ ചാനൽ നോക്കുക, അങ്ങനത്തെ ഒരു എനിക്ക് ടെൻഷൻ വരും. അപ്പോൾ എന്തായാലും മൂടോടെ. പക്ഷെ ഇപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഏകദേശം ഓക്കെ ആയേ. അതിന് എന്തായാലും ഞാൻ റെഡി ആവട്ടെ, ബാക്കിയും കൂടി റെഡി ആവട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുമ്പോൾ ഞാൻ സെറ്റായി. അപ്പോൾ ബാക്കി ഞാൻ എല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഡ്രസ്സിലിട്ട് ഒരുങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത്, ഫസ്റ്റ് എന്ന് പോകുന്നത് എൻ്റെ മൂത്തേട്ടത്തിനെ പൊരുക്കാന്ന്. ഓളെ പൊരച്ചിട്ടൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഓളെ പൊരുക്കാൻ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്, അല്ല ആദ്യമായിട്ട് പോകുന്നത്. ഡ്രസ്സ് ഇടാൻ കുറേ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇച്ച പറഞ്ഞ് നമുക്ക് ബേം സുബൈനാടുക്കും ബാക്കി എല്ലായിടത്തേക്ക് പോയിട്ട് വരാന്ന്. അപ്പോൾ ഓൻ്റെയൊക്കെ പോയിട്ട് വരാൻ ബേം കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അപ്പുറം ഒന്ന് പോകാൻ കഴിഞ്ഞിട്ട് മൂത്തേട്ടത്തിൻ്റെ പൊരുക്ക് പോകുന്നതാണ്. ഫസ്റ്റ് ഓളെ പൊരുക്കാന്ന് ഈ പെരുന്നാൾക്ക് പോകുന്നത്. ഓളെ പൊരുക്കത്താനാ ഇങ്ങോട്ടേക്ക്. ഞാൻ ഈച്ചുണ്ട് ബാബി പെരുന്നാക്ക് വന്നെങ്കിൽ ചെരുപ്പയ്ക്കില്ല. വിളിക്കുന്നില്ല, ഞങ്ങൾ ഉള്ളിലേക്ക് കളിക്കുന്നില്ല. ഇവിടെ നമ്മൾ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വ്ളോഗൊന്നും എടുത്തില്ല, ഒരുപാട് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വലിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കുറേ സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പിള്ളേർ പോയിട്ട് വരുമ്പോ വണ്ടി നിറച്ച പിള്ളേർ ആടുന്ന് കിട്ടിയ ബോണസാണിത്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചെല്ലാനുണ്ടോ? അവരെന്താ ഉണ്ടല്ല, കാരണം അവന്റെ പല്ല് കാറ്റ് വരും. ഇനി നമ്മ നേരെ പോകുന്നത് 3ാമത്തെ ഏട്ടത്തിന്റെ ഒരുക്ക്, അല്ല 13ാമത്തെ ഏട്ടത്തിന്റെ ഒരുക്ക്. അതിന് നമ്മ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ നമുക്കുള്ളത്. എല്ലാവരും ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ഓറ് കുറേ പെരുന്നാൻ്റെ പല്ലം ചുട്ടിട്ടുണ്ടായിനെ. പക്ഷെ എൻ്റെ പല്ലിന് പണിയായത് കൊണ്ട് നമുക്ക് ഇന്ന് തിന്നാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ നമുക്കത് കഴിയാത്തപ്പോയിരിക്കും നമുക്ക് കുറേ സാധനം തിന്നാനും കിട്ടുന്നതെല്ലാം ഉണ്ടാകുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങളെ 3ാമത്തെ ഏട്ടത്തിന്റെ ഒരുക്ക് പോയിട്ട് വന്നേ. അപ്പൊ നമുക്ക് അവിടുന്ന് 3 പിള്ളേരും കൂടി കിട്ടി. ഇപ്പൊ ടോട്ടല് 6 പിള്ളേര്. ഇനി നമ്മ നേരെ പോകുന്നത് ബാബിന്റെ അടുക്കാന്ന്. ആടെ പിള്ളേർ ഇല്ലാത്തത് കൊണ്ട് ഏത് മാത്രമേ ഉള്ളത്, അതുകൊണ്ട് അത് കിട്ടിൻ്റെ ഉള്ളില്. നമ്മള് മറ്റേ ചെമ്പരിക്ക ബീച്ചിലോട്ട് വന്നേ. ചെമ്പരിക്ക ബീച്ചിൽ വീടും പൊരിഞ്ഞ വെയില് എന്ന് ചെല്ലിയെങ്കിൽ പൊരിഞ്ഞ വെയില്. ഇവിടെ സമയം ഇപ്പോ ഏകദേശം 4 മണിയൊക്കെ ആവാനേ. എന്നിട്ട് ഇവിടെ പൊരിഞ്ഞ വെയില്. നമ്മ എന്ത് തിരിച്ചു പോലാന്ന്, ഇവിടെ നിന്നില്ലെങ്കിൽ ശരിയാവലാന്ന്. ഇപ്പൊ വേണമെങ്കിലേ മറ്റേ പാട്ട് പ്ലേ ചെയ്യാം. മൂഞ്ചി 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 മൂഞ്ചി. അല്ല
എന്തൊക്കെയായിരുന്നു, ഒന്നും നടന്നില്ല, അവരൊന്നും നടന്നില്ല. ഗൈസ്, ഇന്നലെ ഈദ് വ്ളോഗില്ലേ, അത് ഞാൻ പിന്നെ ബീച്ചിൽ നിന്ന് വെച്ചിട്ട് പിന്നെ നിർത്തി. അതിനുശേഷം അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും വരുന്നത് അങ്ങനെ ഇങ്ങനെയാണല്ലോ. ഇന്നലെ തന്നെയായിരുന്നു എസ്ലിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ പെരുന്നായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല, സാധാ ഉള്ളതുപോലെ. അപ്പോൾ പരിപാടി കാര്യമായിട്ടൊന്നുമില്ലേ, ചെറുങ്ങനെ ഇന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ചെറിയൊരു കേക്കൊക്കെ മുറിച്ചിട്ട്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഇന്ന് തന്നെയാണ് എൻ്റെയും ബർത്ത്ഡേ, ജൂൺ 8-ന്. പക്ഷേ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഓർമ്മയില്ല, കാരണം നമ്മൾ 7 മക്കളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓർത്ത് വെക്കണമെന്നില്ല 7 മക്കളുടെ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല, ആരും പറഞ്ഞിട്ട് ഒരാൾ അല്ല. റെസിങ്ങളും സ്റ്റാറ്റസ് ഇട്ടോ, ഓള് പോലും സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല, അറിയില്ല എന്ന് ഞാൻ അവസാനം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഇപ്പോൾ പറഞ്ഞാൽ ഒരു ഇതോ ഇല്ലേ, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന്. ഞങ്ങളപ്പോൾ ഒരുക്കത്ത് കേക്ക് മേടിച്ചത് നമ്മൾ ഈ ഒരു പേജ് നാട്ടോ കേക്ക് മേടിച്ചത്. എനിക്ക് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. പിറ്റേ ദിവസം കിച്ചണിൽ ഭയങ്കര നമ്മൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാന്ന്. പിന്നെ പരിപാടി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊന്നുമില്ല, ബാബിൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അതായത് ബാബിൻ്റെ ഉമ്മ, ഞങ്ങൾ വീട്ടുകാർ തന്നെ, ബാബിൻ്റെ ഉമ്മ, അനിയത്തി, അവരത്ര പേര് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഫുഡ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുക ഈ പൊരിച്ച കോഴിയായിരുന്നു. എന്തോരു ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇതിൻ്റെ മിക്സ് ഞാൻ നോക്കിയില്ല കേട്ടോ, ആരാ ഇങ്ങനെ കുഴച്ചത്, പക്ഷെ ഒട്ടുക്കത്തെ ടേസ്റ്റിന് ആ പൊരിച്ച കാച്ച കോഴിക്ക്. പിന്നെ ഇതാട്ടോ നമ്മൾ ബർത്ത്ഡേക്ക് ചെയ്യുക ചെറിയൊരു ഡെക്കറേഷൻ, ചെറുതായിട്ട് ഞങ്ങൾ ചെയ്തത് മാത്രം, ആ കർട്ടനും വെച്ച് ചെറുതായിട്ട് ചെയ്ത് തരുന്നു. പക്ഷേ എന്താ പിന്നെ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യായിരുന്നു. ഗിഫ്റ്റൊന്നല്ല, ഗിഫ്റ്റായിട്ട് കൊടുത്തല്ല, ഇതിനൊക്കെ വേണ്ടി കൊടുത്താ, അത് ഗിഫ്റ്റായിട്ടെന്ന് പറയാമല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടം കാണാൻ പോവാന്ന്. എല്ലാം കഴിഞ്ഞിട്ടില്ലേ, ഒരു വാട്ടർഫോള് കാണാൻ വന്നതില്ലേ, നമുക്ക് ബൈ കാണിക്കുന്നുണ്ടേ. റിയാസളിയായിരുന്നു, റിയാസളിയൊക്കെ പാതിക്ക് ബൈ കാണോ, റിയാസളിയൊക്കെ തെറ്റി, അന്തരുടെ സുബൈദാക്ക് തെറ്റി. നമ്മ ഓരോ വിശ്വസിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മ ഒരു വാട്ടർഫോളിലെത്തിയേ, എന്തോ പൊസുങ്കടി അങ്ങനെ എന്തോ പേര് പറഞ്ഞ്. ഇതെല്ലാം മക്കളെ ഒക്കെ പോവാ. അല്ലാ പിന്നെ പുള്ളറ വയ്യത്താണ്ടിക്കാൻ കഴിയോ, എന്ത് പാച്ചില്, വള്ളത്തിന്റെ അടുത്തൊക്കെ പുള്ളറ പായുന്നത്. ഞങ്ങക്ക് തോന്നും സംടൈംസ് ഞങ്ങക്ക് തോന്നും ഞാൻ ഭയങ്കര തള്ള വൈബാന്നുണ്ട്, സംടൈംസ് ഒന്നുമില്ല. ഞാൻ എന്തായാലും ഈ ഒരു ആവശ്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു വൈബ് ആൻറ്റിയാണ്, വൈബ് ആൻറ്റി അല്ല പുള്ളറ, ഞാൻ വൈബ് ആൻറ്റി അല്ലേ. അതാ ഒച്ചപ്പാടെല്ലാം കേൾക്കുന്നുണ്ട്, നമുക്ക് തോന്നുന്നു കുറേ ആൾക്കാരുണ്ട് നാടിന്ന്. നല്ല ഒച്ചപ്പാട്, നല്ല വൈബ് സ്ഥലം കേട്ടോ കാസർഗോഡ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്ലേസ്, അതായത് കാസർഗോഡിൽ ഇങ്ങനത്തെ ഒരു പ്ലേസ് ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ചെറുങ്ങനെ മഴയും വരുന്നുണ്ട്, അടിപൊളി. ഞങ്ങൾ ഏരിയാത്ത മാമൻ്റെ കുറച്ചുണ്ടാവും കണ്ടത്തിൽ ഈ പായ, കഞ്ഞിപ്പായ എന്ന് പറയും നമ്മൾ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയാൻ തോന്നുന്നു കമൻറ്റ് ചെയ്യുക. ഇത് ഞങ്ങൾ അങ്ങോട്ടല്ല മാമൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് ഈ മഴ പെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പോയിട്ട് കഴിക്കും. അതൊരു നൊസ്റ്റു അടിക്കുന്ന ഒരു ഫ്രൂട്ടാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കഞ്ഞിപ്പായ. ഇത് ഞങ്ങൾ മാമാൻ്റെ പണ്ട് പോലെ കുറച്ചുണ്ട്, നമ്മൾ കുറേ തിന്നതാണ് ഇത്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു നേരെ വീട്ടിലോട്ട് പോകുവാന്ന്. ഇത്രയുള്ള എൻ്റെ വീഡിയോ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും പിറ്റേ ദിവസത്തിൻ്റെ വ്ളോഗ് ഞാൻ കുറച്ചായിട്ട് ഇടുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ അതായിരിക്കും ചാച്ചാ.